ഹലോ ഫ്രണ്ട്സ്, sanascrazywingസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. നമുക്കിന്നൊരു മഞ്ഞച്ചോറ് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോറാണിത്. അതിനായിട്ട് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. അതിന് 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഉലുവയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ പട്ടയും ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 പച്ചമുളകിൻ്റെ ആവശ്യമുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. നല്ല നാടൻ വെളിച്ചെണ്ണയാണെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഞങ്ങളിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണിത്. പുറത്ത് നിന്ന് മേടിക്കുന്ന നെയ്യിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. ഈ നെയ്ക്ക് നല്ല മണമുണ്ട്. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പട്ടയും അതുപോലെ തന്നെ ഒരു 3-4 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ 2 ചെറിയ സവാള കൂടി അതിലേക്ക് ചേർക്കാം. സവാള ഒന്ന് വാടി കിട്ടണം, അതുവരെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. വേണേൽ ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈസി ആയിട്ട് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചേർക്കുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് ഈ അരി ഒന്ന് കഴുകിയെടുക്കാം. ഇത് നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന ബോയിൽഡ് റൈസാണ്, ബിരിയാണി അരിയൊന്നും അല്ല കേട്ടോ. ഇവിടെ നമുക്ക് സവാള ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കാം. പിന്നെ ഒരു 4-5 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്തെന്ന് വെച്ചിട്ട് ഈ ചോറിന് എരിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണൽ മാത്രമാണ് കേട്ടോ. എനിക്ക് കറിവേപ്പില ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കണം. ഞാനിവിടെ 6 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. ഇപ്പോൾ 2 കപ്പ് റൈസാണ് എടുക്കുന്നതെങ്കിൽ 4 കപ്പ് വെള്ളം ഒഴിക്കണം. അതായത് നമ്മൾ എടുക്കുന്ന റൈസിൻ്റെ ഡബിൾ വെള്ളം ഒഴിക്കണം. അതാണ് ഇതിൻ്റെ ഒരു അളവ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉപ്പൊക്കെ ഈ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. മഞ്ഞച്ചോറല്ലേ, അപ്പോൾ അതിന് നമുക്ക് മെയിനായിട്ട് മഞ്ഞൾപ്പൊടി വേണ്ടേ. മഞ്ഞ കളറിന് വേണ്ടിയിട്ട് ലേശം മഞ്ഞൾപ്പൊടി കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളത്തിൽ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഈ ഉലുവ കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തക്കാളി അതുകൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ഇഞ്ചി പേസ്റ്റും ഒക്കെ ചേർന്ന് ഈ ചോറിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ആ ഒരു സമയത്ത് നമുക്കൊരു 1/2 തേങ്ങ ചിരകിയതും അതിൽ 1 ടേബിൾ സ്പൂൺ പെരുംജീരക പൊടിയും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. ഇനി നമുക്ക് ചോറിനുള്ള വെള്ളം എന്തായെന്ന് നോക്കാം. ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഈ തേങ്ങ കൂടി ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. അതാണ് ഞാൻ അങ്ങനെ ചേർത്തത്. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരി ഈ വെള്ളത്തിൽ കിടന്ന് നല്ല തിളച്ച് വെന്ത് വരുന്നത് വരെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഒരു 30-40 മിനിറ്റ് മതിയാകും കേട്ടോ. അത് നമ്മൾ എടുക്കുന്ന അരി അനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു സമയം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ തക്കാളിയും തേങ്ങാപ്പാലും ഒക്കെ ചേർന്ന് ഈ ചോറിൽ ആ ഫ്ലേവറൊക്കെ ഒന്ന് പിടിച്ച് സൂപ്പറായിട്ടുണ്ട്. നെയ്യും കൂടി ചേർത്തത് കൊണ്ട് ടേസ്റ്റിൻ്റെ കാര്യം പറയണ്ട. നല്ല കിടിലൻ മഞ്ഞച്ചോറ് റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോട് സജഷൻസ് പറയണം കേട്ടോ. ഈ മഞ്ഞച്ചോറും മട്ടൻ കറിയും ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.